നമസ്കാരം. 23ാമത് ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അക്ഷയ പ്രീ പ്രൈമറി സ്കൂളിനും ആ സ്കൂളിൻ്റെ ഓർഡിനലായ സിന്ധു ടീച്ചർക്കും നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കും, ആ സ്കൂളിൻ്റെ സമ്പത്താണ് അവരല്ലേ, നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കും ആ കൂട്ടുകാരുടെ രക്ഷിതാക്കൾക്കും ഈ വേദിയിലും സദസ്സിലുമുള്ള മറ്റെല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൊച്ചു കൂട്ടുകാരെന്ന് ഞാൻ അവരെ സംബോധന ചെയ്യാനുള്ള കാര്യം എന്താണെന്നറിയോ? ഒരു ജീവജാലത്തിൻ്റെ, അത് ഏതൊരു ജീവവർഗത്തിൻ്റെ ആണെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ള, ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്താണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു ബാല്യകാലത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന ആ നിഷ്കളങ്കമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ആ കുട്ടികളെ നമ്മളൊരു കൂട്ടുകാരെ പോലെ വേണം എന്ത് ചെയ്യാൻ, നമ്മൾ അവരുമായിട്ട് ഇടപെടാനായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ്, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കാലം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആവണം. അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്താണ്, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ, എന്താ കാലം മാറുന്നതിനനുസരിച്ച് എന്താ കോലവും മാറണം എന്നുള്ളത്. അപ്പോൾ ഈ കാലം മാറുക എന്ന് പറഞ്ഞാൽ എന്താ, ഈ കാലത്തിൻ്റെ മാറ്റം എന്താണ്? കാലത്തിൻ്റെ മാറ്റം ഉറപ്പായിട്ടും നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള പോലെയാണോ? ഇന്ന് തലമുറ മാറും തോറും എന്താ സംഭവിക്കുന്നത്? ടെക്നിക്കലായിട്ടാണെങ്കിൽ, ബുദ്ധിപരമായിട്ടാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് അറിയാവുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്കറിയണമെന്നില്ല അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ അവർക്കൊപ്പം എത്തണം. പണ്ട് ഇപ്പം നമ്മളൊരു 80കളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അപ്പൂപ്പനമ്മമാർ അവരെന്ന് പറയുമ്പോൾ പഴയ തലമുറ, ട്രഡീഷണലിസ്റ്റ് അല്ലേ, ഒരു 80 കാലഘട്ടം വരെയുള്ള അപ്പൂപ്പനമ്മമാർ, നമ്മുടെ അച്ഛനമ്മമാർ. പക്ഷെ അതിനുശേഷം ഒരു 90-98 വരുമ്പോൾ എന്താണ് 90s കിഡ്സ് എന്നാണ് അവർ പറയുന്നത് അല്ലെ, മില്ലനിയൻസ്, പുതിയ തലമുറക്കാർ. അതും കഴിഞ്ഞ് 2000-ന് ശേഷമാണ് എന്ത് പുതിയ തലമുറക്കാർ, ഇവർ ഈ ന്യൂ ജെൻസ് 2K കിഡ്സ് അല്ലേ. അപ്പൊ അവരങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് 2K കിഡ്സ് എന്ന് അല്ലേ. അപ്പൊ ആ 2K കിഡ്സ് അവരുടെ പ്രത്യേകത എന്താണ്? അവര് ഇപ്പം നമ്മൾ ഒരു ടെക്നിക്കലി ഇത്രയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു വളർച്ചയിൽ, ആ ഒരു മാറ്റത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. അപ്പോൾ അതിനും ശേഷം ഇപ്പോൾ ഈ കുട്ടികൾ, നമ്മുടെ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇവരാണ് ജനറേഷൻ ആൽഫ എന്ന് പറയുന്നത്. അതായത് ഒരു 2024 വരെയുള്ള ഇപ്പോൾ ഈ AI, അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെ ഒരുപാട് സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ്. നമ്മൾ അവർക്കൊപ്പം എത്തുക എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്, ഈ 2025-ന് ശേഷം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് എന്താണ്,
ജനറേഷൻ ബീറ്റാണ്. അപ്പം നമ്മൾ ഉറപ്പായിട്ടും ഈ തലമുറ വ്യത്യാസങ്ങൾ എന്താണ്, പഠനങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമ്മളിത് മനസ്സിലാക്കണം. അപ്പോൾ അവരുമായിട്ട് അങ്ങനെ നമ്മൾ ഇടപെടുമ്പോൾ അവരുടെ ഒരു സുഹൃത്തായിട്ട് വേണം ഇടപെടാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യത്തില്ലേ? ഇപ്പോൾ സപ്പോസ് ഒരു കാര്യം, ഇപ്പം നമ്മുടെ അപ്പൂപ്പനായാലും നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പറയും, നമ്മളിങ്ങനെ ഒരുപാട് നടന്നാണ് സ്കൂളിൽ പോയിട്ടുള്ളത്, പണ്ട് നമ്മൾ പറമ്പിൽ പോയി കളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാവിന് കല്ലെറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കുട്ടികൾക്ക് പറയാൻ പറ്റൂ? ഇല്ല. അവർ പറഞ്ഞാൽ എന്ത് ചെയ്യും? എന്തൊരു പഴഞ്ചനാണ് ഈ അച്ഛൻ, അല്ലേ അമ്മ, എങ്ങനെ പറയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവർക്കൊപ്പം നമ്മൾ അഡാപ്റ്റഡ് ആവണം, അല്ലെങ്കിൽ അവരുടെ ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ എത്തിയില്ലെങ്കിൽ എന്താണ്, നമ്മളും അവരെ നമ്മളെ പഴഞ്ചന്മാരെന്നേ പറയുള്ളൂ, അല്ലേ? അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂട്ടുകാരെന്ന രീതിയിൽ നമ്മൾ അവരെ ഡീൽ ചെയ്യണം. പിന്നെ നമുക്ക് നടക്കാതെ, നമ്മൾ വേറൊരു ചിന്തയുണ്ട്, നമുക്ക് നടക്കാതെ പോയ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ നമുക്ക് കഴിയാതെ പോയതില്ല നമ്മുടെ മക്കളെ കൊണ്ട് ചെയ്യിക്കണം എന്നാൽ നമ്മളെല്ലാവരും ചിന്തിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അവരുടെ ആ ഇഷ്ടങ്ങളും അവരുടെ ആ താല്പര്യങ്ങളും നമ്മൾ കണ്ടെത്തണം. നമുക്ക് നടക്കാതെ പോയത് നീ ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്ന് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറയുമ്പോൾ അവരുടെ ആഗ്രഹം ചിലപ്പോൾ നല്ലൊരു കലാകാരനാവണം, നല്ലൊരു പാട്ടുകാരിയാവണം എന്നായിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അച്ഛനമ്മമാരോടുള്ള ആ ഒരു ഇഷ്ടത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിലോ ഒരുപക്ഷെ അവരെന്ത് ചെയ്യും? അവരത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ പക്ഷേ കാലം ചെല്ലുമ്പോൾ അവർക്ക് ആ ഒരു ഭാവിയിൽ ആ ഒരു നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുത്ത ആ ഒരു ഇതിൽ അവർക്ക് ശോഭിക്കാൻ കഴിയണമെന്നില്ല, അല്ലേ? അങ്ങനെ വരുമ്പോൾ നാളെ ഒരു നാളിൽ ആ കുട്ടിക്ക് ആ ഒരു തിരഞ്ഞെടുപ്പിലൂടെ അവനൊരു ജോലി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ വിചാരിക്കും, അയ്യോ ഞാനൊരു പരാജയമാണ്, അല്ലേ? ഞാനൊരു പരാജയം, എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നവൻ ചിന്തിക്കും. അല്ലെങ്കിൽ വേറൊരു കൂട്ടരുണ്ട്, ആദ്യമേ തന്നെ എന്ത് ചെയ്യും? അച്ഛനമ്മമാർ പറയുന്നതെല്ലാം എതിർക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അവിടെ ആ ബന്ധം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ വീട്ടിൽ ആ കുട്ടി ഒറ്റപ്പെട്ടു പോകും. അവൻ്റെ സ്വപ്നങ്ങൾ അവൻ സ്വതന്ത്രമായി ചിന്തിക്കുമ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ അതാണ്, അച്ഛൻ്റെ സ്വപ്നം വേറെയല്ലേ, എൻ്റെ സ്വപ്നം വേറെയല്ലേ എന്ന് അവൻ ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ അച്ഛനോ അമ്മയോ അതിനെ എതിർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പം അവൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോകും ആ കുട്ടി, അല്ലേ? അപ്പം ഈ രണ്ട് സിറ്റുവേഷൻസും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ അവരോട് ബെസ്റ്റ് ഫ്രണ്ട് ആവുക എന്നുള്ളത്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്താണ് അവർ എല്ലാ കാര്യവും ഷെയർ ചെയ്തത്, അല്ലേ? അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഈ പ്രായമാണ് നമ്മൾ അവരിലൊരു സൗഹൃദം സ്ഥാപിക്കാനുള്ള ഏറ്റവും മികച്ച പ്രായം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം അവരുടെ സുഹൃത്തായിട്ട് മാറുക എന്നുള്ളതാണ്. അങ്ങനെ മാറുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളും മാത്രമല്ല, അവരുടെ ഉള്ളിലെ പേടി, അവരുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസ് അവർ നമ്മൾക്ക് പറയും, അവർ നമ്മളോട് ഷെയർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവരെന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എന്നിരുന്നാൽ മാത്രമേ ഇവർ ഈ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കൈപ്പിടിയിൽ നിർത്താൻ പറ്റും, അല്ലേ? നമ്മൾ അന്നേരം അവരെ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു കൗമാരത്തിലേക്ക് കടക്കുന്ന ആ കുട്ടിയെ നിയന്ത്രിക്കാൻ ചെന്നാൽ ഉറപ്പായിട്ടും അവൻ നമ്മളെ തിക്കടിച്ച് പോകും. നമ്മൾ ഇന്ന് നെല്ല് കാണുന്നില്ല, ഇന്നിപ്പോൾ ചെന്ന് പത്രം തുറന്നു നോക്കിയാലോ TV തുറന്നു നോക്കിയാലോ കാണുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ്? ആ കുട്ടിയും രക്ഷകർത്താവും തമ്മിൽ ഒരു ബോണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ സുഹൃത്തായിട്ട് മാറുക എന്നുള്ളത്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ കുട്ടികളെ നമ്മൾ എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യണം. അവരെന്താണ് അവർ ചെയ്യുന്നത്, ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാർ, അവരുടെ ചിന്താഗതി, അവരുടെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ അവരിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴാണെങ്കിലോ ആരൊക്കെയാണ് അവരുടെ കൂട്ടുകാർ, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പായിട്ടും നമ്മളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു CBI വാച്ച് ചെയ്യുന്ന പോലെ അങ്ങനെ അവരെ കുറേ നടന്ന് വാച്ച് ചെയ്യല്ല ചെയ്യേണ്ടത്. നമ്മളതിനെ ഒന്നും ചെയ്യേണ്ട. അങ്ങനെ നമ്മളിങ്ങനെ CBI പോലെ വാച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് നമുക്ക് ദോഷം ചെയ്യുകയും ചെയ്യുള്ളൂ, ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുകയും ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അവർ വാച്ച് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുമ്പോൾ അവർ കുറച്ചുകൂടെ കോൺഷ്യസ് ആവും. അപ്പോൾ അവരുടെ യഥാർത്ഥം സെൽഫ് എന്താണെന്ന് അവർ കാണിക്കത്തില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യേണ്ട. അവരും നമ്മളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിക്കേഷൻ നമുക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ കേട്ടിരുന്നാൽ മാത്രം മതി.
ഇവർ വന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിരിക്കുക, അത്രയും മാത്രം മതി. ബി എ ഗുഡ് ലിസണർ, അത്രയും മാത്രം ചെയ്താൽ മതി. അല്ലാണ്ട് അങ്ങനെ അവർ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മളത് ജഡ്ജ് ചെയ്യാൻ പോകരുത്. അവർ പറയുന്നത് നമ്മൾ കേട്ടിരിക്കുക. അങ്ങനെ അവർ കേട്ടിരിക്കുമ്പോൾ അവർ സംസാരിച്ച് അവരെന്താണ് എന്നുള്ളത് അവർ നമുക്ക് മനസ്സിലാക്കി തരും. അങ്ങനെ മാത്രമേ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റൂ. കാരണം തലമുറ മാറി, ഒരുപാട് മാറി. നമ്മൾ ഈ പഴയ തലമുറ അപ്പൂപ്പന്മാർ 80കളിലും 90കളിലും ഉള്ള പോലെ അല്ല ഇന്നത്തെ കുട്ടികൾ. അവർക്കെന്ന് പറഞ്ഞാൽ ഒരു വിരൽ തുമ്പിനപ്പുറം ഈ ലോകം മുഴുവൻ അവർക്ക് വിസിബിളാണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ അവർ അങ്ങനൊരു സാഹചര്യത്തിൽ അങ്ങനെ വരുമ്പോൾ അവരെ ഈ കൈവിട്ട് പോകാൻ ഒരു സെക്കൻഡിന്റെ താമസമേ ഉള്ളൂ. നമ്മുടെ ഒരു അശ്രദ്ധ, നമ്മുടെ ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണ് ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ അവർ നമ്മളെ കൈവിട്ട് പോകുന്നത്. കാരണം ഈ ഇത്രയും ടെക്നിക്കലായി സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇതുകൊണ്ട് അവർക്ക് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികളിൽ നമുക്ക് ഒന്നും പറയണ്ട. നമ്മുടെ കുട്ടികൾ ചൂഷണത്തിന് എന്തെല്ലാം തരത്തിലുള്ള ചൂഷണങ്ങൾക്കാണ് നമ്മുടെ കുട്ടികൾ വിധേയരാവുന്നതെന്ന് അല്ലെ. ദിവസവും പത്രം തുറന്ന് നോക്കുമ്പോഴോ അല്ലെങ്കിൽ TV തുറന്ന് നോക്കുമ്പോഴോ എല്ലാം നമ്മളത് കാണുന്നത്. അങ്ങനെ ചൂഷണങ്ങൾക്ക് വിധേയരാവാം, അല്ല പീഡനങ്ങൾക്ക് വിധേയരാവാം, എല്ലാത്തിനും പോട്ടെ. ലഹരി അല്ലെ ഇന്നത്തെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ മക്കൾ കടന്നു പോകുന്നത്. നമ്മുടെ ഒരു ഒബ്സർവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൈവിട്ട് പോവുക തന്നെ ചെയ്യും. കാരണം അത്രയും ഒരു ഭീകരമായ അവസ്ഥയാണ് ഈ ലഹരി എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു പത്രത്തിൽ ഒരു വാർത്ത കണ്ടതാണ്. സ്കൂളിലെ ചോക്ലേറ്റ് ബോക്സിനകത്ത് ലഹരി കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണത്? അത്രയും ഈസിലി അവൈലബിൾ ആണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും. നമ്മൾ അവരുടെ ഒരു സുഹൃത്തായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഈ തൊട്ട് വാർത്തകൾ ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയുന്നില്ല. ഞാൻ ആ വാർത്തകളെല്ലാം നമ്മൾ കാണുന്നതല്ലേ. അപ്പൊ ഞാൻ അധികം എന്തായാലും ഒരു മുഖവര എടുക്കുന്നില്ല. നിയമോപദേശം തരാനായിട്ടൊന്നും അത്രയ്ക്കൊന്നും ഇല്ല. എന്നാലും നമുക്ക് നോക്കാം. ഇപ്പൊ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് എന്താണ് അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അല്ലാണ്ട് വലിയ നിയമങ്ങളും എല്ലാം ഒന്നും ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പൊ കുഞ്ഞു കുട്ടികളുടെ അവകാശങ്ങൾ, ബാലാവകാശങ്ങൾ, അപ്പൊ അങ്ങനെ അവർക്ക് അവകാശങ്ങളുണ്ടോ എന്ന് നോക്കാം. കുട്ടികൾക്ക് അവകാശങ്ങളുണ്ടോ? അല്ല. എന്താ ഈ നവംബർ 14 എന്ന് പറയുന്നത് എന്താ? ശിശുദിനം അല്ലേ? എന്തുകൊണ്ടാണ് അതങ്ങനെ ആഘോഷിക്കുന്നത്? ചാച്ചാജി നമ്മുടെ ജവഹർലാൽ നെഹ്റുയുടെ ജന്മദിനമായതുകൊണ്ടാണ് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹം കുട്ടികളെ പറ്റി പറഞ്ഞിട്ടുള്ളത്? കുട്ടികൾ ഇന്നത്തെ നമ്മുടെ മക്കളാണ് നാളത്തെ രാഷ്ട്ര സേവകർ, അല്ലെങ്കിൽ രാഷ്ട്രത്തെ നിർമ്മിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ. അങ്ങനെ വേണം അവരെ വളർത്തിയെടുക്കാൻ. കുട്ടികൾ എന്ന് പറയുന്നത് നെഹ്റു പറഞ്ഞത്? കുട്ടികളെ ആരായിട്ടാണ് ഉപമിച്ചേക്കുന്നത്? ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെയാണ് കുട്ടികൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അത്രയും നൈർമല്യവും നിഷ്കളങ്കരുമായിട്ടുള്ളവരാണ് കുട്ടികൾ എന്ന് പറഞ്ഞത്. അവരെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാം അല്ലേ. അപ്പം നമുക്ക് നമ്മളെ അങ്ങനെ വരും. അങ്ങനെ അവരെ നമ്മൾ മോൾഡ് ചെയ്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതാണ് ഈ രാഷ്ട്രത്തിലുള്ള പങ്കാളിത്തം, അവരുടെ ആ പങ്കാളിത്തം എന്ന് പറയുന്നത്. അപ്പൊ നവംബർ 14 പ്രത്യേകത ഇതാണ്. അപ്പൊ നവംബർ 20 പ്രത്യേകത എന്താണെന്നറിയോ? ആരും ശ്രദ്ധിക്കുന്നില്ലേ? നവംബർ 20 പ്രത്യേകത എന്താണെന്നറിയോ? നവംബർ 20 എന്ന് പറഞ്ഞാല് അന്താരാഷ്ട്ര കുട്ടികളുടെ അവകാശ ദിനമാണ്. അറിയോ? അങ്ങനെ ഒരു ദിനമുണ്ട്. അത് ഇന്ത്യ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളെല്ലാം അംഗീകരിച്ച ഒരു ദിവസമാണ് നവംബർ 20 എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാല് നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി പ്രകാരം നമ്മുടെ കുട്ടികൾക്ക് അവരിറങ്ങി പോകുന്ന ഇപ്പൊ തീർക്കാം ഒരു 10 മിനിറ്റ്. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ ഒരു 10-12 അവകാശങ്ങൾ. സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളത് അവരുടെ അവകാശമാണോ നമ്മൾ ചിന്തിക്കത്തില്ല. അങ്ങനെ കുറച്ച് അവകാശങ്ങളുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്താന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം 14 വയസ്സ് വരെ നിർബന്ധിത വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതാണ് അവരുടെ ഒരു അവകാശം എന്ന് പറയുന്നത്. അതിനുശേഷം
എന്താ അവരുടെ അഭിപ്രായ പ്രകടനത്തിനും അവരുടെ ആത്മപ്രകാശനത്തിനും, അതായത് അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ എന്താണ് അവർക്ക് അവകാശമുണ്ട്. അത് അവരുടെ നമ്മളിപ്പോ കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോൾ നീ കുട്ടിയാണ്, നിനക്ക് ഇവിടെ സംസാരിക്കാൻ എന്താ അവകാശം, അങ്ങനെ പറയാൻ പാടില്ല. അവൻ്റെതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മൾ അനുവദിച്ച് കൊടുക്കുക വേണം. അത് കഴിഞ്ഞ് പിന്നെ അറിയാനുള്ള അവകാശം. ഈ നമ്മളിപ്പോൾ വീടുകളിൽ തന്നെ ആണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു ചർച്ച നടക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നീ ഇതൊന്നും അറിയാറായിട്ടില്ല എന്നല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ പറയരുത്. നമ്മൾ ആ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവർക്കും അറിയാനുള്ള അവകാശമുണ്ട്. അത് നമ്മൾ അവരെ അറിയിക്കാൻ തന്നെ വേണം. അതിനുശേഷം പിന്നെന്താ, ആരോഗ്യ സംരക്ഷണം. അവർക്ക് നല്ല ആരോഗ്യം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ രക്ഷകർത്താക്കളുടെ നമ്മുടെ കടമയാണ്. നമ്മളിപ്പോൾ അച്ഛനമ്മമാരായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൂടെ ചെയ്തു കൊടുക്കാൻ എന്താണ് നമ്മൾ പ്രാപ്തരാവണം എന്നുള്ളതാണ്. പിന്നെ എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം. ഇപ്പം ചൂഷണങ്ങളും പീഡനങ്ങളും അത് രണ്ടാമത്തെ ഒരു അവകാശമാണ്. എല്ലാ തരത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം. അതായത് ഇപ്പം സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതരല്ലാത്ത കുട്ടികളുണ്ട് നമുക്ക് ചുറ്റും, അല്ലേ? അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാകരുത്. നമ്മുടെ മക്കൾക്ക് ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. അപ്പൊ ആ സുരക്ഷകൾ, ആ ഒരു അവകാശങ്ങൾ നമ്മൾ അവർക്ക് ഉറപ്പ് വരുത്തുക എന്നുള്ളത് നമ്മുടെ കൂടെ കടമയാണ്. അതിനുശേഷം വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവഗണിക്കപ്പെടാതിരിക്കാനുള്ള അവകാശം. അവഗണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ, അപ്പൊ ഒരാൾക്ക് ഒരു കഴിവുണ്ട്, വേറൊരാൾക്ക് ആ കഴിവില്ല, അപ്പൊ നിനക്ക് ആ കഴിവില്ല എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തും, അല്ലേ? അങ്ങനെ ചെയ്യരുത്. അവന്റെ കഴിവെന്താണ് എന്ന് മനസ്സിലാക്കി അവനെ പ്രോത്സാഹിപ്പിക്കണം. മറ്റൊരാളുടെ കഴിവെന്താണെന്ന് മനസ്സിലാക്കി വേണം അവനെ പ്രോത്സാഹിപ്പിക്കണം. അവരവരുടെ കഴിവിനനുസരിച്ച് വേണം അവരെ എന്ത് ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. നേരത്തെ സിന്ധു ടീച്ചർ പറഞ്ഞില്ലേ, അവര് ചെയ്യുന്ന ഒരാൾ ഒരു വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് മറ്റേ ആൾ ചെയ്ത ചെറിയ കാര്യം ഇമ്പോർട്ടൻ്റ് അല്ലാതാവുന്നില്ല. ആ രണ്ടിനും അതേതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം ഓരോരുത്തരുടെയും നമ്മുടെ മക്കൾക്ക് നമ്മുടെ ബുദ്ധിയല്ലേ വരുന്നത്, അങ്ങനെ കുറച്ച് കാണുന്നതല്ല. എന്നാലും അവരുടെ മക്കൾക്ക് ആ ബുദ്ധി, ഇവരുടെ മക്കൾക്ക് ഈ ബുദ്ധി, അങ്ങനെ ചിന്തിക്കാം. അല്ലാതെ അവൻ ചെയ്യുന്നത് പോലെ ഇവൻ ചെയ്യുന്നില്ലല്ലോ എന്ന് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അത് ഏറ്റവും അതാണ് അവഗണിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാനേ പാടില്ല. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം വ്യക്തിത്വ വികസനത്തിനുള്ള അവകാശം, അതായത് സെൽഫ് ഡെവലപ്മെന്റ്. അവന്റെ ഉള്ളിലെ വാസനകൾ, അവന്റെ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അത് അവന്റെ അവകാശമാണ്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഇവർ ഈ ചെയ്യുന്നതില്ല വിനോദത്തിനുള്ള അവകാശം, അല്ലേ? അപ്പൊ നമ്മൾ അവരെ തടഞ്ഞു നിർത്തും. നീ പഠിച്ചാൽ മാത്രം മതി, നീ വലിയ കളിക്കൊന്നും വേണ്ട, നീ ഇരുന്ന് പഠിക്കും. ഒരിക്കലും അത് പറയില്ല. അവർക്ക് പഠിക്കുന്നത് പോലെ തന്നെ അവർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? വിനോദത്തിനും വിശ്രമത്തിനുമുള്ള അവകാശമുണ്ട്. ഈ വിനോദത്തിലൂടെയും വിശ്രമത്തിലൂടെയും എന്താ ചെയ്യാൻ പറ്റും? ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് വിശ്രമവും വിനോദവും അവർക്ക് ആവശ്യമാണ്. നമ്മൾ അത് തടയാൻ പാടില്ല, ഒരിക്കലും അങ്ങ് തടയുകയും ചെയ്തു. പിന്നെന്താ, നിലനിൽപ്പിനുള്ള അവകാശം. അതായത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശം അവർക്കും ഉണ്ട്. ഒരു ഹ്യൂമൻ എന്നുള്ള നിലയിൽ അത് ഒരു സാധാരണ മനുഷ്യനുള്ള എല്ലാ അവകാശങ്ങളും അവർക്കും ഉണ്ട്. നമുക്കുള്ള അവകാശം, അതിനുപരി അവർക്ക് അവർ പരിപാലിക്കപ്പെടണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വേറൊരു അവകാശം, അവരുടെ അവകാശം എന്ന് പറയുന്നത് എന്താണ്? പോഷകാഹാരം ഉറപ്പുവരുത്തുക എന്നുള്ളത്. അത് ഇപ്പൊ അംഗനവാടികളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളുകളിലാണെങ്കിലും പാലും മുട്ടയൊക്കെ കൊടുക്കാറില്ലേ, അത് ആ ഒരു അവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മളിൽ എത്ര പേർക്കറിയാം ഇതൊക്കെ അവരുടെ അവകാശങ്ങളാണെന്നുള്ളത്? നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഒരു കുട്ടി ജനിക്കുന്നു, അവൻ നോർമലി വളരുന്നു, അതിനപ്പുറം അല്ലാതെ നമ്മളിങ്ങനെ വലിയ കാര്യങ്ങളൊന്നും എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്നല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇതൊക്കെ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ അവർക്ക് ഉറപ്പ് വരുത്തി കൊടുക്കുകയും വേണം. പിന്നെന്താ, ഇതിപ്പോ അവരുടെ അവകാശങ്ങൾ മാത്രമാണ്. ഇനി പറഞ്ഞു പോവുകയാണ്, നിയമം പറയുകയാണെങ്കിൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? ഇനി അവരുടെ സംരക്ഷണം, അവരുടെ ഡെവലപ്മെന്റ്, പിന്നെന്താ അവരുടെ പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അവരുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? അതിനായിട്ട് ഇപ്പൊ നിയമങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ Goodbye everybody, it's time to say goodbye to my teacher, goodbye to my friends, goodbye everybody till I see you again. Wave your hands left, wave your hands